എല്ലാ പ്രിയ വിദ്യാർത്ഥിനികൾക്കും പുതിയവീട്ടിലേക്ക് സ്വാഗതം. +1 അലോട്ട്മെന്റ് 2025 അപേക്ഷ ഇന്ന് അവസാനിക്കും. അപേക്ഷിച്ചവരും ഇനി അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അലോട്ട്മെന്റ് പരിഗണിക്കില്ല. വിശദമായ വാർത്തയിലേക്ക് തന്നെ കിടക്കാം. ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥിനികൾ തീർച്ചയായും മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തതിനൊപ്പം നോട്ടിഫിക്കേഷൻ ബെല്ലുകൾ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്രദമാകുന്നുണ്ട്, തീർച്ചയായും ലൈക്കും കൂടി ചെയ്യുക. അതുപോലെ നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കാനും കൂടി പ്രത്യേകം ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ നമ്മുടെ ചാനലിൻ്റെ വാട്സപ്പ് ചാനലിൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് നിങ്ങൾക്ക് വീഡിയോയ്ക്ക് തന്നെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ നൽകുന്നതായിരിക്കും. അപ്പോൾ നമുക്ക് നേരെ വളരെ പ്രധാനം അറിയിക്കുന്ന വാർത്തയിലേക്ക് തന്നെ കിടക്കാം. +1 ഏകജാലക പ്രവേശന സംവിധാനം വരെയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ HSC ആയിക്കോട്ടെ VHSC ആയിക്കോട്ടെയുള്ള അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ ഇന്ന് അവസാനിക്കുകയാണ്. ഇന്ന് വൈകുന്നേരം 5 മണി വരെയാണ് വിദ്യാർത്ഥികൾക്ക് അപേക്ഷിക്കാൻ സമയം അനുവദിച്ചിരിക്കുന്നത്. അപ്പോൾ 5 മണിക്ക് മുമ്പായി ഏതെങ്കിലും വിദ്യാർത്ഥികൾ അപേക്ഷിക്കാൻ ബാക്കിയുണ്ടെങ്കിൽ ഇന്ന് വൈകുന്നേരം 5 മണിക്ക് മുമ്പായിട്ട് HSCയിലേക്കാണെങ്കിൽ HS ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് വഴിയും VHS ക്യാപ്പിൻ്റെ വെബ്സൈറ്റ് വഴി അപേക്ഷിക്കേണ്ടതാണ്. അപേക്ഷിച്ചവരും ഇനി അപേക്ഷിക്കാൻ ബാക്കിയുള്ളവരും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ചില്ലെങ്കിൽ അലോട്ട്മെന്റ് പരിഗണിക്കരുത്. നിങ്ങൾ നിരവധി വിദ്യാർത്ഥികൾ ഫൈനൽ കൺഫർമേഷൻ നൽകിയിട്ടില്ല എന്നൊരു വിവരം HS ക്യാപ്പ് നമ്മളെ എല്ലാം പുറത്തു വിടുന്നുണ്ട്. കണക്ക് സഹിതം ഇന്നലെ കണക്ക് പുറത്തു വിട്ടപ്പോൾ കേരളത്തിൽ എത്ര 1000-ന് മേലെ വിദ്യാർത്ഥികളൊക്കെയാണ്. എല്ലാ ജില്ലകളിലും കൂടെ കൂടുമ്പോൾ 1000-ന് മേലെയൊക്കെ വിദ്യാർത്ഥികളാണ് എന്ത് ചെയ്യുന്നത്, ഫൈനൽ കൺഫർമേഷൻ നൽകാത്തത്. അപ്പോൾ പ്രിയ വിദ്യാർത്ഥികൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത യാതൊരു അപേക്ഷകളും അലോട്ട്മെന്റിനായി പരിഗണിക്കപ്പെടില്ല എന്നുള്ളതാണ് വാസ്തവം. ഈ ഫൈനൽ കൺഫർമേഷൻ നിങ്ങൾ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങളെ അലോട്ട്മെന്റിനായി പരിഗണിക്കില്ല. നിങ്ങൾക്ക് പിന്നീട് സപ്ലിമെന്ററി അലോട്ട്മെന്റ് ടൈമിൽ മാത്രമേ അവസരം ലഭിക്കുകയുള്ളൂ. ഈ അലോട്ട്മെന്റ് നടപടിക്രമങ്ങൾ അവസാനിച്ചു കഴിഞ്ഞാൽ അതായത് ഈ അപേക്ഷിക്കാനുള്ള സമയം അവസാനിച്ചു കഴിഞ്ഞാൽ പിന്നീട് വിദ്യാർത്ഥികൾക്ക് ഫൈനൽ കൺഫർമേഷൻ നൽകാൻ പറ്റില്ല. അത് ഈ അപേക്ഷിക്കാനുള്ള സമയം ഇന്ന് വൈകുന്നേരം 5 മണിക്ക് അവസാനിച്ചു കഴിഞ്ഞാൽ ഇനി നിങ്ങൾക്ക് ഫൈനൽ കൺഫർമേഷൻ നൽകാൻ ഒരു അവസരമില്ല. അപ്പോൾ ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോവുക. ഫൈനൽ കൺഫർമേഷൻ നൽകാത്ത കേരളത്തിൽ 1000-ന് മേലെ വിദ്യാർത്ഥികളുണ്ട്. അപ്പോൾ ഇക്കാര്യങ്ങൾ ആരെങ്കിലും നിങ്ങളുടെ സ്കൂൾ ഗ്രൂപ്പുകളിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്കൊന്ന് ഉപകാരപ്പെട്ട ഏതെങ്കിലും വിദ്യാർത്ഥികൾ ഫൈനൽ കൺഫർമേഷൻ നൽകിയിട്ടില്ലെങ്കിൽ നിങ്ങളുടെ അപേക്ഷ പരിഗണിക്കില്ല. ഇനി അപേക്ഷിക്കാൻ പോകുന്നവരായാലും അപേക്ഷിച്ച് കഴിഞ്ഞവരായാലും ഫൈനൽ കൺഫർമേഷൻ നൽകിയ വിദ്യാർത്ഥികളുടെ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് എന്നത് ആപ്ലിക്കേഷൻ ഈസ് ഫൈനലി കൺഫേംഡ്, ആപ്ലിക്കേഷൻ വിൽ ബി കൺസിഡേർഡ് ടു അലോട്ട്മെന്റ്, ആപ്ലിക്കേഷൻ വിൽ ബി ഫൈനലി കൺസിഡേർഡ് ടു അലോട്ട്മെന്റ് എന്ന് കാണിക്കും. അങ്ങനെയാണ് ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് കിടക്കുന്നതെന്ന് ഉറപ്പുവരുത്തുക. എന്തായാലും ഇക്കാര്യങ്ങൾ ശ്രദ്ധിച്ച് മുന്നോട്ട് പോകുക. അപ്പോൾ പുതിയ കാണുന്നവരെ മൈ നെയിം ഈസ് കരദ, ഫൗണ്ടർ ഓഫ് സ്ക്രൈബ് ഫോർ ദ കരിയർ ഗൈഡൻസ്. താങ്ക്സ് ഫോർ വാച്ചിങ്. ബൈ.